ഹായ് ഡിയേഴ്സ്, ഇന്നിപ്പോൾ ഈവനിങ് ആണ്. ഒരു 5 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു സ്ഥലത്ത് പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ശിവരാത്രി അല്ലേ. അപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ചിട്ടൊരു അമ്പലം പാലക്കാടിനകത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അമ്പലത്തേക്ക് പോകാം, വരും. ഹായ്, ഇപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് കാറിൽ. ശിവേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ പോയിട്ട് ക്ലിയർ ആയിട്ട് പറയാം കേട്ടോ. ആക്ച്വലി ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് പോണത്. പൊക്കുന്നി ശിവക്ഷേത്രം അല്ലേ? എവിടെയാണ്? വടവന്നൂരോ? വടവന്നൂർ ശിവക്ഷേത്രം, പൊക്കുന്നി ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതും കൂടെ പോയി കാണിക്കാം കേട്ടോ. ശിവരാത്രി വരെയല്ലേ, അപ്പം ശിവരാത്രി ദിവസം പോകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം ഇന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് വൈകിട്ടൊന്ന് പോയി തൊഴാം എന്ന് വിചാരിച്ചിട്ട് ഞാനും ഉണ്ട്, ചേട്ടനുണ്ട്. ഓക്കെ, നെൽപ്പാടങ്ങൾ. വടവന്നൂരെത്തിയില്ലേ നമ്മൾ? അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഫുൾ നെൽപ്പാടങ്ങൾ, പച്ചപ്പ്, പാലക്കാടിൻ്റെ തനിമ, അടിപൊളിയായിട്ട്. അങ്ങനെ ഇത് വടവന്നൂർ ജംഗ്ഷൻ അല്ലേ? വടവന്നൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 200 മീറ്റേഴ്സ് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട്. ഈ ലെഫ്റ്റ് അല്ലേ? ഇതാണോ? ഈ ലെഫ്റ്റിലോട്ട് തിരിയുക. ഈ ലെഫ്റ്റ് പോകുന്നത് പൊക്കുന്നി എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ? അവിടെയാണ് ക്ഷേത്രം. നമ്മളിങ്ങനെ തിരിഞ്ഞു. അവിടെ ജംഗ്ഷനാണ്, വടവന്നൂർ ജംഗ്ഷൻ. കുറേ കടകളൊക്കെ ഉണ്ട്. ഈ റോഡിലൂടെ പോകുമ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിയായി. ക്ഷേത്രം എത്തും. നല്ല റോഡാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. ചെറിയ പാലം. ഇത് സ്കൂളല്ലേ? ഏത് സ്കൂളത്? സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് പ്രോജക്ട്. അതാ കുറേ NCC കുട്ടികളല്ലേ നമ്മൾ കണ്ടത്. സ്കൂൾ, വേലായുധൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. കണ്ടോ, പൊക്കുന്നി ശിവക്ഷേത്രം കണ്ടോ? ഇതാണ് ശിവക്ഷേത്രം. അകത്ത് പോകാൻ പറ്റുന്നു അല്ലേ? അകത്ത് കയറാം. ഇതാ പൊക്കുന്നി ശിവക്ഷേത്രം കണ്ടോ? ഇതിനകത്ത് കവാടമാണ്. ഇത് കടന്ന് നമുക്ക് അകത്തേക്ക് വരാം. അങ്ങനെ അവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തൂടെ വരാം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ. ക്ഷേത്ര പരിസരത്താണ്. വലിയ തിരക്കൊന്നും കാണാനില്ല തോന്നുന്നു, അറിയില്ല, നോക്കാം. ഇവിടെ ആരെ കാണാമെന്നാ പറഞ്ഞ? ഇങ്ങോട്ട് അപ്പുറത്തേക്ക് നിർത്തിക്കോളൂ. അവിടെ കുഴിയുണ്ടോ? എന്നാൽ അങ്ങോട്ട് നിർത്തിക്കോളൂ. ഇതാണ് കേട്ടോ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ സെൻറ്റർ നോക്കാം. അങ്ങനെ ക്ഷേത്രത്തിലെത്തി കേട്ടോ. ഇവിടെ ഒരു ഏട്ടനുണ്ട്, ഉദയപാലൻ വന്ന്. അദ്ദേഹത്തെ ചേട്ടൻ്റെ ഫ്രണ്ട് മുഖാന്തരം പരിചയപ്പെട്ടത്. അപ്പം അമ്പലത്തേക്ക് പോവാണ്. ഇതാട്ടെ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് നമുക്ക് പോവാം. മറ്റന്നാളല്ലേ പരിപാടി? ശിവരാത്രി. ഇതാണ് ക്ഷേത്രം. മഹാശിവരാത്രി മഹോത്സവം ഞായറാഴ്ച. കാര്യപരിപാടികളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്ഷേത്രം ഇങ്ങനെ വെള്ളത്തിലാണ്. വെള്ളം ഫോട്ടോ വീഡിയോ നിരോധിച്ചിരിക്കുന്നു പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കൂ. ഇത് വെള്ളം എല്ലാവരും എടുക്കത്തെ കണ്ടോ? ഭയങ്കര അടിപൊളി. ഈ വെള്ളത്തിലാണ് ക്ഷേത്രം നിൽക്കുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ചുറ്റുവിളക്കൊക്കെ ഉണ്ട് കേട്ടോ. അമ്പലത്തിന് ചുറ്റുവിളക്കുണ്ടോ? കുളം. അവിടെ നാഗദൈവത്തിൻ്റെ കണ്ട വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ? തിരിഞ്ഞു പോയി കണ്ടോ? നാഗദൈവത്തിൻ്റെ കാണുന്നില്ല അല്ലേ ഫോട്ടോയിൽ? ഗ്ലെയർ നാഗത്തിൻ്റെ കാണുന്നില്ലല്ലോ ഇതിൽ. ഉണ്ട്. ഇതുണ്ട് ഇവിടെ ഒരു നാഗദൈവം ഇതിനകത്തുണ്ട്. ഇത് കുളക്കടവ്. രാവിലെ ചെയ്തു കൊടുത്താൽ രാവിലെ നടത്തി രാവിലെ പിൻവളക്ക് നെയ്വിളക്കൊക്കെ ചെയ്യാം. പിൻവളക്ക് അർച്ചനയൊക്കെ ചെയ്യാം.
നമ്മൾ ആദ്യം പ്രവേശിക്കുമ്പോൾ ഈ നാഗദൈവങ്ങളാണ്. ഇത് ഭഗവാന്റെ പാദമാണ് കേട്ടോ. പാദം ആദ്യം അവിടെ സ്പർശിച്ചപ്പോൾ കണ്ടതാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ആ കുളത്തിൻ്റെ അടുത്തേക്കാണ്. ചുറ്റിട്ട് ഇവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. എങ്കിലും ഇതെങ്ങനെ ഈ കുളമൊക്കെ ഒന്ന് കാണാം. അതിഗംഭീരമാണ് കേട്ടോ കാണാൻ. ഇത് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. കുളത്തിനകത്താണ് ഈ അമ്പലം നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, വീഡിയോ ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. മൂപ്പര് ഞങ്ങളുടെ കൂടെ നടന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, വീഡിയോ യൂസ് ചെയ്യരുത് എന്നുള്ളത്. ഇത് അമ്പലത്തിൻ്റെ പുറകുവശമാണ് കേട്ടോ. അവിടെ ശിവൻ ഇങ്ങനെ വെള്ളത്തിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. അത് ഷൂട്ട് ചെയ്യാൻ പാടില്ല പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നടയാണ്. നടയിലൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ജസ്റ്റ് ഒന്ന് ശിവേട്ടനൊന്ന് ചെറുതായിട്ട് ഞാൻ തൊഴുന്ന ഒരു വീഡിയോ എടുത്താണ്. റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ അത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ മുകളിലോട്ട് കയറി കേട്ടോ. അമ്പലത്തിൻ്റെ മുകളിൽ കയറി നമുക്ക് എന്ത് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, പ്രശ്നമില്ല. അവിടെ ആ പരിസരത്ത് നിന്ന് കണ്ടോ, അമ്പലം നമുക്ക് ദൂരെ നിന്ന് കാണാം. അവിടെ വലിയൊരു ആൽമരമുണ്ട്, പച്ചപ്പാടങ്ങൾ. കാഴ്ച തന്നെ അതിഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഭഗവാനെ തൊഴാം. ഇവിടെ ഈ ശിവരാത്രിയോടനുബന്ധിച്ചിട്ട് ഇവിടെ കുറേ പരിപാടികൾ. ഇത് കണ്യാർ കളിയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റന്നാളത്തെ ശിവരാത്രി അതിഗംഭീരമാക്കാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു. നല്ലൊരു അമ്പലമാണ് കേട്ടോ. അങ്ങനെ അമ്പലം തൊഴുതി കഴിഞ്ഞു കേട്ടോ. ഗംഭീരായ ഓം നമ ശിവായ ഗംഭീരല്ലോ. ശിവഭഗവാൻ വെള്ളത്തിൽ കണ്ട ശിവനിങ്ങനെ വെള്ളത്തിൽ. അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല വീഡിയോസ്, അതുകൊണ്ടാണ്. അത് കുളക്കട, ഇതാണ് ക്ഷേത്രം കേട്ടോ. ഓം നമ ശിവായ പൊക്കുന്നി ശിവക്ഷേത്രം അതിഗംഭീരമാണ് കേട്ടോ. എന്തായാലും വരണേ. ഇതിൻ്റെ ഐതിഹ്യം സ്വാമി നന്നായി ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. വീഡിയോ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ആരാധന തുടങ്ങി, മണി അടിച്ചുകൊണ്ട് 6:30 അപ്പോഴേക്കും സ്വാമി അവിടെ പൂജയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പോവാം. ഇതുണ്ടോ, ഇങ്ങനെ ഇത് ഈ വഴി ഇങ്ങനെ പോയി നമുക്കിത് കണ്ടോ കുളക്കടവും അമ്പലവും. ചേട്ടൻ ശിവേട്ടൻ്റെ കൂടെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നു. അരളിപ്പൂക്കളും എന്ത് ഭംഗിയാണ്, സോ നൈസ്. അമ്പലത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്നൊരു അനുഭൂതി ഭയങ്കരമാണ് കേട്ടോ. ക്ഷേത്രവും പരിസരങ്ങളും വയലരുമ്പുകളൊക്കെ ഗംഭീരമാണ്. ഒന്ന് കറക്റ്റായിട്ട് എടുക്കാം കേട്ടോ. ഭയങ്കര 1976-77 കാലഘട്ടത്തിൽ രാജാവിന് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഈ പൊക്കുന്നിയിൽ ഒരു ദേശോദ്ധാരണ സംഘം മറ്റൊരു സംഘടനയുണ്ട്. നമ്മുടെ ഇവിടുത്തെ ദേശത്തിലെ ആൾക്കാരെ കൂടിയിട്ട് രൂപീകരിച്ച സംഘടന. ആ സംഘടന അമ്പലം ഏൽപ്പിച്ചു. അമ്പലം ആ സംഘടനയാണ് നടത്തിക്കൊണ്ട് വന്നത്. പിന്നെ 77-78 കാലഘട്ടത്തിൽ അന്ന് കുളത്തിലെ ഈ സൈഡൊന്നും കെട്ടലൊന്നും ഉണ്ടായില്ല. പിന്നെ ജീർണോദ്ധാരണമൊക്കെ നടത്തിക്കൊണ്ടുവന്നു. പിന്നെ 1984 ധ്വജം സ്ഥാപിച്ചു. എൻ്റെ ഫാദറിലാണ് സ്ഥാപിച്ചത്. ആ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കുട്ടികളായിരുന്നു. 84 പറയുമ്പോൾ ഉരുണ്ട് കഴിച്ച് വളർന്ന ആൾക്കാരാണ്. അത് തന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ മക്കൾക്കൊക്കെ 2 പേർക്ക്, ഒരാൾക്ക് സെൻട്രൽ ഗവൺമെൻറ് മറ്റേ ജോലി ആർമിയിൽ, ഒരാൾ പോലീസിൻ്റെ വയർലെസ് വിങ്ങിൽ, പിന്നെ മോള് UK-യിലാണ്. അല്ല അതൊക്കെ അദ്ദേഹം തന്നാണ് എന്തൊരു ഭംഗിയാണ് അമ്പലം. ആ അമ്പലം നിൽക്കുന്നത് കുളത്തിലാണ് കണ്ടോ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന് കുളം എല്ലാം വെള്ളമാണ്. അത് ശിവൻ ഇരിക്കുന്ന വെള്ളത്തിലാണ്. അത് സ്വാമി പറഞ്ഞ ഐതിഹ്യം എന്താ വെച്ചത്, 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതിൽ പാലക്കാട് ജില്ലയിൽ, ആക്ച്വലി ഇത് വടവന്നൂർ ദേശം അല്ല എന്നാണ് സ്വാമി പറഞ്ഞത്. ആലത്തൂർ ദേശത്തുനിന്ന് നമ്മുടെ കുതിരാൻ, നമ്മുടെ ആ ചുരം ഇറങ്ങി വരുമ്പോഴുള്ള ആദ്യത്തെ ശിവക്ഷേത്രമാണിത്. പിന്നെ ഇത് പ്രതിഷ്ഠ കിരാതമൂർത്തിയാണ് പ്രതിഷ്ഠ. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം. ശിവന്റെ പ്രതിഷ്ഠ എന്നാണ് പറയുന്നത്. അത് വേറൊരു ഐതിഹ്യം കൂടെ പറയുന്നത്, രൗദ്രശിവനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ശിവനെ വെള്ളത്തിൽ
പ്രതിഷ്ഠിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. ശിവന്റെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. പിന്നെ ഇവിടുത്തെ ഗണപതി ക്ഷേത്രമുണ്ട്. അത് നമുക്ക് അകത്ത് പോയിട്ടൊന്നും ക്ഷേത്രത്തിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇടത്തോട്ട് എല്ലായ്പ്പോഴും ഗണപതിയുടെ തുമ്പിക്കൈ വലത്തോട്ടാണ് കാണുക. പക്ഷെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ തുമ്പിക്കൈ ഇടത്തോട്ട് ഉള്ള ഗണപതിയാണ് കാണുന്നത്. വിഘ്നേശ്വരൻ എല്ലാ വിഘ്നങ്ങളും മാറ്റി. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ഐശ്വര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഉണ്ടാവും. അദ്ദേഹം അതിൻ്റെ ദൃക്സാക്ഷിയാണ്. കുട്ടികളും എല്ലാം വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും നല്ലത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. എന്തായാലും ഈ ക്ഷേത്രത്തിൽ വരണം കേട്ടോ. കാരണം ഇതൊരു ഭയങ്കര പവർഫുൾ ആണ് പറയുക. വന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായ ഗുണങ്ങൾ നമ്മൾക്ക് എന്തായാലും കിട്ടും. ഇവിടെ ഒരു വഴിപാടിന് മൃത്യുഞ്ജയ ഹോമമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. തമിഴ്നാട് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ചെയ്യാറുണ്ട്. അല്ലല്ല, നമ്മൾക്ക് നിങ്ങളുടെ നാള് പ്രകാരം പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളും കൂടി വന്നിരുന്നിട്ട് തീരുമാനിച്ച് ചെയ്യും. എപ്പോഴും ചെയ്യാം. ഒരു ദിവസം മുമ്പ് ഒന്ന് മൃത്യുഞ്ജയ ഹോമം ഈ സുഖമില്ലാതിരിക്കുന്നവർക്കും പിന്നെ മൃത്യുഞ്ജയ ഹോമമുണ്ട്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഉണ്ട്, മൃത്യുഞ്ജയ ജപമുണ്ട്, എല്ലാം ഉണ്ട്. രുദ്രാഭിഷേകമാണ് ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഭിഷേകം. രുദ്രാഭിഷേകം, പിന്നെ ശിവന് ധാര, പിന്നെ പിൻവിളക്ക്, മുൻവിളക്ക്, അങ്ങനെയുള്ള ഒരുപാട് വഴിപാടുകൾ ഞാൻ ഇത് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് വഴിപാടിൻ്റെ. അപ്പോൾ അതും കൂടെ നോക്കിയാൽ അറിയാം. പക്ഷെ ഇതൊരു എന്താ പറയുക, ഇവിടെ ഒരു ഭക്തി നിർഭരമായ ഒരു ഫീലിംഗ് ആണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ക്ഷേത്രം കാണുമ്പോൾ തന്നെ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും. അവിടെ കുളക്കടവുണ്ട്, ആളുകളിങ്ങനെ കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും എടുക്കുന്നില്ല. ഇനിയാണല്ലേ ക്ഷേത്രം എന്ന് പറയുന്നത്. നല്ലൊരു വലിയ വടവൃക്ഷം, മരം വേണ്ട, ഭയങ്കര. അതെ, ഈ വടവൃക്ഷം തന്നെ ഒരു വലിയ ഇതുണ്ടോ. അതിലൊരു എപ്പോഴും ആലും വേപ്പും വരിക എന്നുള്ള ഒരു ഐശ്വര്യമാണ്. അപ്പൊ ഇതുണ്ട്, ആലിനോട് ചേർന്ന് ഒരു വേപ്പും വരെ ഇങ്ങനെ വരുന്നുണ്ട്. വടവൃക്ഷം എന്ന് പറയാം ആല്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അല്ലേ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഒരു അനുഭൂതിയാണ്. ശിവഭഗവാന്റെ ആ ഒരു കാരുണ്യം കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര. മറ്റന്നാൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വന്നത്. എന്നുവെച്ചാൽ തിരക്കിൽ വന്നാൽ കാണാനൊക്കെ പാടാണ്. പിന്നെ ഇപ്പൊ സ്വാമി നമ്മുടെ എന്താ സ്വാമിയുടെ പേര് പറഞ്ഞു, വിജയകൃഷ്ണൻ സ്വാമി നമ്മളോട് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ. ഇവിടുത്തെ അദ്ദേഹം ആലത്തൂർ കടമ്പഴിപ്പുറത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ചേട്ടൻ്റെ പേര് ഒന്നുകൂടെ ഉദയപാലൻ. ഉദയപാലൻ. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. ഭഗവാന്റെ ഒരു പാദം ഈ പാദത്തിന്റെ നടുക്കുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഇവിടുന്ന് ശാന്തിക്കാരൻ പോയിട്ട് അതില് മറ്റേ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു ഒരു 50 കൊല്ലം മുമ്പ് തന്നെ. പിന്നെ അത് ഇപ്പോഴത്തെ പണ്ടത്തെ മാതിരി അല്ലല്ലോ ഇപ്പോൾ. ഇവർക്കൊന്ന് പോവാ. അപ്പം നമ്മൾ അതിനെ ഇവിടെ കലശമൊക്കെ കഴിക്കുന്ന സ്ഥലത്ത് ആ പാദത്തിനെ ആവാഹിച്ചിട്ടാണ് ആ വിഘ്നേശ്വര മറ്റേ നാഗന്മാർ തൊട്ടുപ്പുറത്തായിട്ട് അത് ഭഗവാന്റെ പാദം. ആ പാദത്തിന്റെ നടുക്ക് അത് നമ്മൾ ഓമക്കുറ്റിയിൽ അത് വെച്ചതാണ്. അല്ല പ്രതിഷ്ഠ. അതെ. കണ്ടോ അത് ഷൂട്ട് കണ്ടോ വെള്ളത്തിൽ. ഇതൊക്കെയാണ്. അപ്പോൾ താങ്ക് യു ചേട്ടാ. താങ്ക് യു. മാക്കരുത്. 7 തവണ പ്രദക്ഷൻ ചെയ്ത് ചെല്ലേണ്ട മന്ത്രം മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രതാ ശിവരൂപായ വൃക്ഷരാജായ യതേ നമഃ. മദ്യപിക്കുകയോ പുകവലിക്കുകയോ അരുത്. അത് നാച്ചുറലി അങ്ങനെയാണല്ലോ. ചെയ്താൽ പിന്നെ എന്ത് വിശ്വാസം അല്ലേ. ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. 7 തവണ ഈ ആൽമരത്തിൽ പ്രദക്ഷിണം വെക്കണം എന്ന്. അപ്പോൾ ഞാൻ എന്തായാലും 7 തവണ വെക്കട്ടെ കേട്ടോ. അയ്യോ ഇതൊരു ഭയങ്കര അനുഭൂതിയാണ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്താ പറയുക. ഞാൻ കുറേ ദിവസമായി വരണം വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. അവിടെ കുളക്കടവാണ്. സ്ത്രീകൾക്കുള്ളതും പുരുഷന്മാർക്കുള്ളതൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. കണ്ട അവിടെ നാഗം ശിവൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ട ആൽമരത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ശിവനെ കാണാം. അപ്പോൾ എന്തൊരു ഭംഗിയാണ്. ഈശ്വര ഭഗവാന്റെ നട എടുക്കാൻ പറ്റില്ല. കണ്ടോ ശിവഭഗവാൻ ഇരിക്കുന്നത് കണ്ടോ വെള്ളത്തിൽ. കണ്ടോ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്. നമുക്ക് അകത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേ ഇങ്ങനെ കാണാം. ഓക്കെ, എന്താ പറയുക, ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുൾ ടെമ്പിൾ. ശിവരാത്രിയോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ആൽമരത്തിൽ ഒരു 7 പ്രദക്ഷിണം വയ്ക്കട്ടെ.
അന്ന് കാലത്തൊക്കെ അങ്ങനെ ചണ്ടിയും ഒക്കെ ആയിരുന്നു. അതെ അതെ. പിന്നെയൊക്കെ ഞങ്ങളൊക്കെ മറ്റേ ഓരോ പ്രയത്നം കൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് ഈ ഫ്രണ്ട് എക്സസൈസൊക്കെ മറ്റേ പിന്നീട് ചെയ്തതാണ്. ആ വെള്ളം അതിലില്ലേ, അത് അതുവരെ ആയിരുന്നു കുറച്ച്. ഫ്രണ്ടിലേക്കുള്ളത് നമ്മളിപ്പോൾ ചെയ്തതാണ്. അതെയാ. ഈ വെള്ളത്തിലൊക്കെ കെട്ടുമ്പോൾ അത്ര ഭയങ്കര പണി. എന്തു ഭംഗിയാണ് ഈ വയൽ, നോക്കൂ, പച്ചപ്പ്, എന്തൊരു പച്ചപ്പാ, ഭയങ്കര. ഞാൻ എൻ്റെ സാരിയും പച്ച കളർ, വയലും പച്ച കളർ, അതിഗംഭീരമാണ് കേട്ടോ. ആ അമ്പലം നിൽക്കുന്നതും അതിൻ്റെ ആംബിയൻസൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കതിരായിട്ടില്ല, ജസ്റ്റ് കൃഷി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആകാശമൊക്കെ ഒരു നീല നിറം, ബ്യൂട്ടിഫുൾ ആംബിയൻസ്. എത്ര കണ്ടാലും മതി വരാത്തത്രയും ഭംഗിയുള്ളൊരു അമ്പലവും അമ്പലത്തിന് ചുറ്റുമുള്ള വയലോലകളൊക്കെ. തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. എല്ലാവരും വരണം. ശിവരാത്രി സമയത്ത് വന്നാലും നല്ലതാണ്, നല്ല തിരക്കുണ്ടാവും. എന്നാലും പറ്റുമെങ്കിൽ കാണാം. ഇത് കണ്ടോ, അമ്പലവും ഈ നെൽവയലുകളും. കുട്ടികൾ കുളിച്ചിട്ട് അവിടെ നിന്ന് വരികയാണ്. അവരിവിടുത്തെ ഉള്ള കുട്ടികളാണ് തോന്നുന്നു. നേരെ അമ്പലക്കുളത്തിൽ വരിക, കുളിക്കുക, ഭഗവാനെ തൊഴുക. ഇതിനേക്കാളും എന്താണ് ആവശ്യം? നോക്കൂ, എന്തൊരു ഭംഗിയാണിത് കാണാൻ. കണ്ടോ ക്ഷേത്രവും, ആ ക്ഷേത്രത്തിൽ ലൈറ്റ് ഇട്ട് കണ്ടോ, ക്ഷേത്രത്തിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ടോ, അടിപൊളി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അതവരുടെ ഇത്. ഓ എന്തൊരു ഭംഗിയാണ് നോക്കൂ. ഈ ഈവനിങ് ആളുകളൊക്കെ ഇങ്ങനെ തൊഴാൻ വരുന്നു. ക്ഷേത്രവും ക്ഷേത്രക്കുളവും, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സൗന്ദര്യമുള്ളൊരു ക്ഷേത്രം. ശിവഭഗവത കൊടിമരം. ദീപാരാധന നടക്കുകയാണ് കേട്ടോ. ദീപാരാധന കഴിഞ്ഞു, സ്വാമി വിളക്കം കൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ദൂരം നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അമ്പലം പ്രാർത്ഥിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് അവിടെ പോയി എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ നിന്നിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഗംഭീരമായിരുന്നു കേട്ടോ. നല്ലൊരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം, അതുപോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം. അടിപൊളിയായിരുന്നു. എന്തായാലും വരണം കേട്ടോ, എല്ലാവരും വന്ന് ഇവിടെ ഒന്ന് കാണണേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ കവാടത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് പൊക്കുന്നി ശിവക്ഷേത്രത്തിലേക്ക് വരുന്ന കവാടം. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ മുന്നിൽ തന്നെ ഒരു ഭഗവതിയുടെ ക്ഷേത്രം കൂടിയുണ്ട്. ആ ക്ഷേത്രം അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡാണ്. അവിടെ നിന്ന് തൊഴുതിട്ട് നമുക്ക് ഇങ്ങനെയും പോവാം. അയ്യപ്പനാണ്, ഭഗവതി അല്ല അല്ലേ? അയ്യപ്പ ക്ഷേത്രമാണ്, വിഘ്നേശ്വരനാണ് തോന്നുന്നു. വിഘ്നേശ്വര ക്ഷേത്രമാണ്, അയ്യപ്പനാണ് കേട്ടോ, സോറി, അയ്യപ്പ വിഗ്രഹമാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇതാ തിരിച്ച് മടങ്ങുകയാണ്. പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ, ഗംഭീരം. വരണം കേട്ടോ, ഈ അമ്പലത്തിൽ വന്ന് ഇവിടുത്തെ ആ ഒരു പോസിറ്റീവ് എനർജി എടുക്കണം കേട്ടോ. സോ ഗ്രേറ്റ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ശിശുവന വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്കിതുപോലെ അറിയുന്ന വല്ല ഇങ്ങനത്തെ പുരാതന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളെക്കുറിച്ച് എനിക്കൊരു കമൻറ്റ് ഇടും. ഓക്കെ, ബൈ, താങ്ക് യു.